ഹലോ. അപ്പം നമ്മളെന്താണ് ഇന്ന് ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കാൻ പോവാണ്, യൂണിറ്റ് 10 മെഷർമെൻറ്റ്സ്. അപ്പം നിങ്ങളൊക്കെ എന്താണ് സ്കൂളിൽ ഇന്നലെ തൊട്ട് പോയി തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? ചില ആൾക്കാർക്ക് എന്താണ് ഇഷ്ടപ്പെട്ട സ്കൂളായിരിക്കും, മറ്റു ചിലർക്ക് അത്ര ഇഷ്ടപ്പെടാത്ത സ്കൂളായിരിക്കും. പക്ഷേ എന്തൊക്കെയാണെങ്കിലും നമ്മൾ പഠിച്ച് ഫുൾ മാർക്ക് നേടുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം അത് ഇന്ന് തൊട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പം +1 ഫിസിക്സിലെ ഫസ്റ്റത്തെ ചാപ്റ്റർ ആണെന്ത്, യൂണിറ്റ് 10 മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതിലെന്താണ്, ഒന്നുമില്ലടാ, യൂണിറ്റിനെ കുറിച്ചും മെഷർമെൻറ്റ്സിനെ കുറിച്ചുമാണ് നമ്മൾ മെയിനായിട്ടും പഠിക്കുന്നത്. ഒരു ബേസിക് കൺസെപ്റ്റ് വരുന്ന ഒരു ചാപ്റ്റർ ആണെന്ത് ഈ യൂണിറ്റ് 10 മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം എന്താണ്, നമ്മൾ പഠിക്കാൻ തയ്യാറല്ലേ? ഓക്കെ. അപ്പം ഇതിൽ ഫസ്റ്റ് നമ്മൾ പോകുന്ന കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിലേക്കാണ്. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്? നിങ്ങൾ 10 മുതലേ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? നമുക്ക് അളക്കാൻ പറ്റുന്ന ഏതൊരു ക്വാണ്ടിറ്റീനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെങ്ത്ത്, ടൈം, മാസ്, ഇതൊക്കെ നമുക്ക് അളക്കാൻ പറ്റും അല്ലേ? ഇതൊക്കെ എന്താണ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. നോക്കിക്കേ ഒന്ന് ഡെഫിനിഷൻ. ദ ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ആർ കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, അളക്കാൻ പറ്റുന്ന ഏത് ക്വാണ്ടിറ്റി ആയിക്കോട്ടെ അതിനൊക്കെ നമ്മൾ എന്ത് പറയും? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റീസ്, മറ്റൊന്നാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഓക്കെ, ഒന്നാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്, രണ്ടാമത്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ എന്താണെന്ന് നോക്കിയാലോ ഇവ. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ആൾക്കാരാണെന്ത് ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ആരെയും ഡിപ്പെൻഡ് ചെയ്യില്ല. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ലെങ്ത്ത്, ടൈം, മാസ്, ഇവയൊക്കെ എന്താണ്, സ്വന്തമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. സോ ഇത്തരത്തിലുള്ള ആൾക്കാരല്ലേ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്വാണ്ടിറ്റീസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന്. ആ പേര് തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ലേ, ഫണ്ടമെൻ്റൽ ആണ്. ഓക്കെ, അപ്പം വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തം നിലനിൽപ്പുള്ള ആൾക്കാരെ ആണെന്ന് പറയുന്നത് നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എത്ര ടൈപ്പ് ഉണ്ടെന്ന് അറിയാവോ? യെസ്, 7 ടൈപ്സ് ആണുള്ളത്. ഓക്കെ, നമുക്കെന്താണ് ബൈ ഹാർട്ട് പഠിച്ചൊന്നും ആരും വെക്കരുത്, നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങണം. ഓക്കെ, എന്നാൽ മാത്രമാണ് ഫിസിക്സ് നമുക്കെന്താണ് ഇഷ്ടപ്പെടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ്, ഇതുവരെ 10 വരെ ഫിസിക്സ് നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു നിങ്ങൾ നോക്കണ്ട. ഇന്ന് മുതൽ നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കുകയാണ്. ഓക്കെ, ഇതിലെ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. ഒന്നും ഒരിക്കലും ആരും ബൈ ഹാർട്ട് പഠിക്കാതെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം എത്ര ക്വാണ്ടിറ്റീസ് ഉണ്ടെന്നാണ് പറഞ്ഞത്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് 7 ക്വാണ്ടിറ്റീസ് ആണുള്ളത്. ഓക്കെ, 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ് നമുക്കുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ലെങ്ത്ത്. ഓക്കെ, ഒന്നാമത്തേതാണ് ലെങ്ത്ത്. രണ്ടാമത്തെ ആളാണ് ടൈം, മാസ്, ഇലക്ട്രിക് കറണ്ട്, luminous intensity, amount of substances. പിന്നെ ആരാണ്? യെസ്, നമ്മുടെ ടെമ്പറേച്ചർ. ഇത്ര ആൾക്കാരാണ് എന്തുള്ളത്, നമ്മുടെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, എത്ര എണ്ണമുണ്ട്? 7 ആണ് ഉള്ളത്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നമ്പർ ഓർത്താൽ മതി, നമുക്ക് എളുപ്പത്തിൽ കിട്ടും. ആരൊക്കെയാണ്? ലെങ്ത്ത്, ടൈം, മാസ്, ലുമിനൻസ് ഇൻറ്റൻസിറ്റി, ഇലക്ട്രിക് കറണ്ട്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസസ് ആൻഡ് ടെമ്പറേച്ചർ. ഇതിൽ നിങ്ങൾക്ക് അധികം അറിയുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ ഈ ലുമിനൻസ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസസ് എന്താണെന്ന് അറിയണ്ടാവില്ല. ഒന്നുമില്ലടാ, ലുമിനൻസ് ഇൻറ്റൻസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? യെസ്, ഈ പ്രകാശത്തിൻ്റെ തീവ്രതയൊക്കെ ഇല്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലുമിനൻസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസസോ നമ്മൾ 10ലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരു സ്പെസിഫിക് എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ അല്ലെങ്കിൽ കാർബണിനൊക്കെ നമ്മൾ എന്താണ് 1 മോൾ എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാറില്ലേ? അതാണ് എന്ത് ഈ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. യെസ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസസ് തന്നെ പേര് തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് മനസ്സിലായല്ലോ. ഇനി നമ്മൾ രണ്ടാമത്തെ ക്വാണ്ടിറ്റീസിലേക്ക് പോവാണ്. ഏതാണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് അല്ലേ? രണ്ടാമത്തെ ക്വാണ്ടിറ്റീസാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ആ പേര് തന്നെ ഡിറൈവ് ചെയ്ത് വന്നത് അല്ലേ? അതായത് ഒറ്റയ്ക്ക് നിലനിൽക്കാൻ പറ്റാത്ത ക്വാണ്ടിറ്റീസ് ആണെന്ത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ ബേസ് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഈ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. നോക്കിയേ, ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ,
all physical quantities other than 7 base quantities are derived quantities. നമ്മൾ പറഞ്ഞു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് 7 എണ്ണാണുള്ളത് എന്ന്. നമുക്ക് പറയാൻ പറ്റുമോ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എത്ര എണ്ണം ഉണ്ടെന്ന്? ഇല്ലല്ലേ, കാരണം ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഒഴികെ ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസും എന്താണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. ഒന്ന് പറഞ്ഞു നോക്കി ഏതൊക്കെയായിരിക്കും? യെസ്, നമ്മുടെ വെലോസിറ്റി, പിന്നെ നമ്മുടെ ഫോഴ്സ്, ആക്സിലറേഷൻ, ഇങ്ങനെ ഇഷ്ടംമാതിരി ഉണ്ട് അല്ലേ. അപ്പം ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഒഴികെ ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസും നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണെന്ന് പറയാൻ പറ്റും. മനസ്സിലായല്ലോ? ഇനി അടുത്ത നമ്മുടെ ടോപ്പിക്കാണെന്ത്? ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. എന്താണ്? നമുക്ക് ധാരാളം യൂണിറ്റ്സിൻ്റെ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെങ്ത്തിന് നമ്മൾ മീറ്ററിൽ പറയും, സെൻറ്റിമീറ്ററിൽ പറയും, മില്ലിമീറ്ററിൽ പറയും അല്ലേ. അതേപോലെ തന്നെ ടൈം സെക്കൻഡിൽ പറയും അല്ലേ. അതേപോലെ തന്നെ മാസ് കിലോഗ്രാം പറയും, ഗ്രാം പറയും. അങ്ങനെ ഇഷ്ടംമാതിരി യൂണിറ്റ്സ് ഉണ്ട്. പക്ഷേങ്കിൽ പണ്ട് കാലത്തൊക്കെ പല പ്രദേശങ്ങളും, അതായത് ഒരു രാജ്യത്തിന് തന്നെ പല പ്രദേശങ്ങളിലും പല യൂണിറ്റ്സ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി. ഈ കമ്മ്യൂണിക്കേഷനും പിന്നെ കൊടുക്കൽ വാങ്ങലുകൾക്കൊക്കെ ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പം അത്തരത്തിലുള്ള കുറച്ച് ക്വാണ്ടിറ്റീസ് ഞാൻ പരിചയപ്പെടുത്തരാം. സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അത്തരത്തിൽ നിലനിന്നിരുന്ന 3 ക്വാണ്ടിറ്റീസ് ആണെന്ത്? നമ്മുടെ CGS, FPS, MKS എന്ന് പറയുന്നത്. എന്താണ് CGS? ഇത് ഫ്രാൻസിൽ നിലനിന്ന ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ് ആയിരുന്നു എന്ത്? CGS സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഇതിൽ? നമ്മുടെ ലെങ്ത്ത്, മാസ്, ടൈം, നമ്മുടെ ബേസ് ക്വാണ്ടിറ്റീസ് ആയിട്ട് ലെങ്ത്ത്, മാസ്, ടൈം ഇവയാണ് ഇവ സൂചിപ്പിക്കുന്നത്. അപ്പോൾ CGS എന്ന് പറയുന്നത് ഫ്രാൻസിൽ നിന്നാന്ന് പറഞ്ഞു. അപ്പം C എന്താണ്? യെസ്, ലെങ്ത്തിൻ്റെ യൂണിറ്റ് ആണ്, അതായത് സെൻറ്റിമീറ്റർ ആണത്. ജിയോ, ഗ്രാം. ടൈം എന്താണ്? സെക്കൻഡ്. അപ്പം ഫ്രാൻസിലെ ലെങ്ത്ത് ഏതായിരുന്നു യൂണിറ്റ്? സെൻറ്റിമീറ്ററിലും, മാസിന് ഗ്രാമിലും, ടൈമിന് സെക്കൻഡിലുമാണ് യൂണിറ്റ് ആക്കി എടുത്തിരുന്നത്. ഓക്കെ. ഇനി FPS എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബ്രിട്ടനിൽ നിലനിന്നിരുന്ന ഒരു യൂണിറ്റ് ആണെന്ത്? FPS എന്ന് പറയുന്നത്. F എന്താണ്? ഫൂട്ടാണ്. PO പൗണ്ട്. S എന്താണ്? സെക്കൻഡ് തന്നെ. ഓക്കെ. അപ്പം ബ്രിട്ടനിൽ ഏതൊക്കെയായിരുന്നു? ഫൂട്ട്, അടിക്കണക്കിലൊക്കെ ആയിരുന്നു ബ്രിട്ടനിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. മാസ് എതിരായിരുന്നു പൗണ്ട്, ടൈം സെക്കൻഡ് തന്നെ. MKS വീണ്ടും ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ് ആയിരുന്നു എന്ത്? MKS എന്ന് പറയുന്നത്. അപ്പോൾ M എന്ന് വെച്ചാൽ എന്താണ്? മീറ്റർ ആണ്. ഓക്കെ, മീറ്റർ. K എന്താണ്? കിലോഗ്രാം ആണ്. ടൈം സെക്കൻഡിൽ തന്നെയായിരുന്നു. ഓക്കെ. ഇപ്പോഴത്തെ നമ്മുടെ SI യൂണിറ്റിൻ്റെ ഒരു മിനി വേർഷൻ എന്ന് വേണം ഈ MKS സിസ്റ്റത്തിനെ വിളിക്കാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, ഈ CGS സിസ്റ്റം, FPS സിസ്റ്റം, ഈ MKS സിസ്റ്റം, ഈ ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിസ്റ്റങ്ങൾ കൊണ്ടുള്ള ദോഷങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം ഞാൻ ഫ്രാൻസിലുള്ള ഒരാൾ ബ്രിട്ടനിൽ പോയിട്ട് പറയുകയാണ്, എനിക്കൊരു 50 ഗ്രാം ചായപ്പൊടി വേണം, അല്ലെങ്കിൽ 50 ഗ്രാം പഞ്ചസാര വേണമെന്ന് പറയണം. അപ്പം അവർക്കത് മനസ്സിലാവോ? ഇല്ലല്ലേ. കാരണം എന്താണ്? അവിടെ നമ്മൾ മാസിനെ പൗണ്ടിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ. മാസിൻ്റെ യൂണിറ്റ് അവിടെ പൗണ്ടാണ്. അപ്പം ഗ്രാം എന്ന് പറഞ്ഞൊരു യൂണിറ്റേ അവർ യൂസ് ചെയ്യുന്നില്ല. അപ്പം അവർക്ക് മനസ്സിലാവില്ലല്ലേ. അപ്പം ഇത്തരത്തിൽ ധാരാളം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. അപ്പം ഇതൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്താണ്? ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ് കൊണ്ടുവന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? SI സിസ്റ്റം ഓഫ് യൂണിറ്റ്. ഓക്കെ, ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം കൊണ്ടുവന്നു. അതാണെന്ത്? SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിലെ ആ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും കൂടാതെ 2 സപ്ലിമെൻ്ററി യൂണിറ്റ്സും കൂടി ഉൾപ്പെട്ട ആൾക്കാരാണെന്ത്? ഈ SI യൂണിറ്റ് എന്ന് പറയുന്നത്. എവിടെ പോയാലും, ഏത് രാജ്യത്ത് പോയാലും, ഏത് നാട്ടിൽ പോയാലും ഈ SI യൂണിറ്റ് എന്താണ്? ഒരിക്കലും മാറില്ല. ഓക്കെ, ഏതൊക്കെയാണ് ഈ നമ്മുടെ ബേസിക് ആയിട്ടുള്ള SI യൂണിറ്റ് നോക്കിയാലോ? ലെങ്ത്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസസ്, ലൂമിനൻസ് ഇൻറ്റൻസിറ്റി. ഇതിൻ്റെ ഒക്കെ യൂണിറ്റും ഇത് യൂണിറ്റാണ്. ഇത് സിമ്പിൾസും. ഓക്കെ, അപ്പം ലെങ്ത്തിന് എന്താണ് നമ്മൾ യൂണിറ്റ് കൊടുത്തത്? യെസ്, മീറ്റർ ആണ്. മാസിനോ കിലോഗ്രാമിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ടൈമിന് സെക്കൻഡിലാണ്. ഇലക്ട്രിക് കറണ്ടിന് എന്തിനാണ്? ആംപിയറിലാണ് നമ്മൾ പറയുക. ടെമ്പറേച്ചർ കെൽവിൻ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസസിന് മോളിൽ റെപ്രസെൻ്റ് ചെയ്യും. ലൂമിനൻസ് ഇൻറ്റൻസിറ്റിനെ കാൻഡില. ഓക്കെ, ഇതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു എന്താണ് കോമൺ കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ സ്മോൾ ലെറ്ററിലാണ് എഴുതിയിട്ടുള്ളത് അല്ലേ. അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ട കാര്യമാണ്. ഒരിക്കലും ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതരുത്. ഓക്കെ, തെറ്റ്. അത് അങ്ങനെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയ എന്താണ്? അത് തെറ്റാണ്. ഓക്കെ, മാർക്ക് കിട്ടത്തില്ല. സോ നിങ്ങളെന്താണ്? ഒരിക്കലും ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതരുത്. സ്മോൾ ലെറ്ററിൽ തന്നെ കീപ്പ് ചെയ്യുക.
അതിൻ്റെ സിമ്പിൾസ് നോക്കിയേ. മീറ്റർ എന്താണ്? സ്മോൾ ലെറ്റർ എം. കിലോഗ്രാമിന് അതാ സ്മോൾ ലെറ്റർ കെ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. സെക്കൻഡ് ആംബിയർ, കെൽവിന് കെ, മുകളിൽ ഈ ഇ ഇല്ല, പകരം MOL അത് മാത്രം. ക്യാൻഡിലേക്ക് CD. ഓക്കെ, ഇവിടെ നോക്കിയേ നിങ്ങൾ, ഈ എയും കെയും നോക്കിയേ, അത് രണ്ടും എന്താണ്? ക്യാപിറ്റൽ ലെറ്ററിലാണ് അല്ലേ. ബാക്കി എല്ലാ സിമ്പിൾസും എന്താണ്? സ്മോൾ ലെറ്ററിലാണ്. എന്തുകൊണ്ടാണ് അത് രണ്ടും മാത്രം ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുത്തത്, ബാക്കിയൊക്കെ സ്മോൾ ലെറ്ററിൽ കൊടുത്തത്? യെസ്, അതെന്താണ്? സയൻറ്റിസ്റ്റിൻ്റെ പേരാണല്ലേ. നമ്മുടെ ആംപിയറും കെൽവിനും എന്ന് പറയുന്നത് സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്. അതുകൊണ്ടാണ് എന്ത് അവ രണ്ടും ക്യാപിറ്റൽ ലെറ്ററിലും ബാക്കിയൊക്കെ സ്മോൾ ലെറ്ററിലും കൊടുത്തത്. ഓക്കെ, ഇത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം. ഇതെന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മറന്നു പോകരുത്. ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു പോവുക. നമ്മളിപ്പം എൻ്റെ കൂടെ തന്നെ ഇത് പഠിച്ചു പോവുക, പിന്നെ നമുക്ക് പഠിക്കേണ്ട ആവശ്യം വരില്ല. ഓക്കെ, അപ്പം ഈ ബേസിക് SI യൂണിറ്റ് മനസ്സിലായല്ലോ. ലെങ്ത്തിന് മീറ്റർ, മാസിന് കിലോഗ്രാം, ടൈമിന് സെക്കൻഡ്, ഇലക്ട്രിക് കറണ്ടിന് ആംപിയർ, ടെമ്പറേച്ചറിന് കെൽവിൻ, ലൂമിനൻസ് ഇൻറ്റൻസിറ്റിക്ക് കാൻഡില, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന് മോൾ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് നമ്മൾ 2 സപ്ലിമെൻ്ററി യൂണിറ്റ്സും കൂടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതാണെന്ത് പഠിക്കാൻ പോകുന്നത്? പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും ആണ് നമ്മുടെ ആൾക്കാർ. പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും പേര് കേട്ടൊന്നും നിങ്ങൾ പേടിക്കേണ്ട. എന്താണ് പ്ലെയിൻ ആംഗിൾ? യെസ്, നമ്മൾ ഇതുവരെ മാത്സിൽ പഠിച്ച ആംഗിൾസ് ഒക്കെ എന്താണ്? പ്ലെയിൻ ആംഗിൾസ് ആണ്. ഓക്കെ ഓക്കെ, ഏതാ നമ്മളിപ്പം ഈ പിക്ചർ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു സർക്കിൾ വരച്ചു. അപ്പം ഇവിടെ ഞാൻ എന്താണ്? ഒരു ആർക്ക് ലെങ്ത് എടുത്തു. ഒരു ആർക്ക് ലെങ്ത് എടുത്തേ. ഇപ്പം ഞാൻ അതിനെന്താണ്? L എന്ന് ഡിനോട്ട് ചെയ്യാണ്. അപ്പം ഇതിൻ്റെ സെൻറ്ററിൽ നിന്നും ഞാൻ എന്താണ്? ഈ ആർക്ക് ലെങ്ത്തിലേക്ക് ഒരു റേഡിയസ് വരച്ചു. അപ്പം എന്താണ്? ഇവിടെ ഒരു കോണ് കിട്ടിയില്ലേ, ഇല്ല ഒരു ആംഗിൾ കിട്ടി നമുക്ക്. ഇതിനെ തീറ്റാന്ന് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പം ഇതാണെന്ത്? പ്ലെയിൻ ആംഗിൾ. സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്ലെയിനിൽ വരയ്ക്കുന്ന ആംഗിൾസ് ആണെന്ത്? പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം ഇതിനാ? പ്ലെയിൻ ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ഓക്കെ, ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ഓക്കെ, L/R. മനസ്സിലായോ? അപ്പോൾ പ്ലെയിൻ ആംഗിൾ എന്താ ചോദിച്ചാൽ അതിൻ്റെ ഡെഫിനേഷൻ ചോദിച്ചാൽ നമ്മൾ എന്താണ് പറയാം? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദി ആർക്ക് ലെങ്ത് ടു ദി റേഡിയസ്. ഓക്കെ, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദി ആർക്ക് ലെങ്ത് ടു ദി റേഡിയസ്. മനസ്സിലായോ? പ്ലെയിൻ ആംഗിൾ എന്താണ്? ഒന്നുമില്ല, പ്ലെയിനിൽ വരയ്ക്കുന്ന ആംഗിൾസ്. ഓക്കെ, ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ഇതിൻ്റെ യൂണിറ്റ് എന്താണെന്നറിയാമോ? ഇതിൻ്റെ യൂണിറ്റാണ് റേഡിയൻ. ഓക്കെ, എന്താണ് റേഡിയൻ? റെപ്രസെൻ്റ് ചെയ്യുന്നത് RAD. ഇങ്ങനെയാണ് നമ്മൾ സിംബലൈസ് ചെയ്യുക. RAD റേഡിയനാണ്, മറന്നു പോകരുത്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണെന്ത്? ഈ 2 സപ്ലിമെൻ്ററി യൂണിറ്റ്സും. അപ്പോൾ പ്ലെയിൻ ആംഗിളിൻ്റെ യൂണിറ്റ് എന്താണ്? റേഡിയൻ ആണ്. അതിൻ്റെ സിംബലൈസേഷൻ എന്താണ്? RAD. ഓക്കെ, റാഡ്. രണ്ടാമത്തെ ആളാണ് ആര്? സോളിഡ് ആംഗിൾ. ഒന്നുമില്ല, നമ്മൾ 3 ഡയമെൻഷനിൽ വരയ്ക്കുന്ന സ്പിയറില്ലേ, അതിലുണ്ടാവുന്ന ആംഗിൾസ് ആണെന്ത്? ഈ സോളിഡ് ആംഗിൾസ് എന്ന് പറയാം. അപ്പം ഞാനിപ്പോൾ ഒരു ഫുട്ബോൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഫുട്ബോളിൻ്റെ സെൻറ്ററിൽ നിന്നും ഞാൻ എന്താണ്? ഒരു കോണ് വെട്ടി മാറ്റി. അപ്പോൾ അവിടെ എന്താണ്? എനിക്കൊരു ആംഗിൾ കിട്ടില്ലേ, ആ ആംഗിളിനാണ് നമ്മൾ എന്ത് പറയുക? സോളിഡ് ആംഗിൾ എന്ന് പറയാം. ഇപ്പോൾ ഒന്നുമില്ല, ഇതിപ്പോൾ എൻ്റെ ഒരു ഫുട്ബോളാണെന്ന് കൺസിഡർ ചെയ്യുക ഞങ്ങൾ. ഇതിൻ്റെ സെൻറ്ററിൽ നിന്നും ഞാൻ എന്താണ്? ഒരു കോൺ ഇങ്ങനെ വെട്ടി മാറ്റി. ഓക്കെ, അപ്പോൾ എനിക്കിങ്ങനെ ആയിരിക്കുമല്ലോ കിട്ടുക. ഇതെൻ്റെ സെൻറ്ററാണേ. ഓക്കെ, അപ്പം അവിടെ ആർക്ക് ലെങ്ത് ആയിരുന്നു അല്ലേ? പ്ലെയിൻ ആംഗിൾ എന്താണ്? നമ്മൾ ഈ ഒരു ഭാഗത്തെ ആർക്ക് ലെങ്ത് ആയിരുന്നു വിളിച്ചിരുന്നത്. പക്ഷേങ്കിൽ ഇവിടെ എന്താണ്? ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്താണ്? ഇൻ്റർസെപ്റ്റഡ് ഏരിയ എന്നാണ് പറയുക. എന്താണ്? ഇൻ്റർസെപ്റ്റഡ് ഏരിയ. ഓക്കെ, ഇൻ്റർസെപ്റ്റഡ് ഏരിയ എന്നാണ് പറയുക. മനസ്സിലായോ? ഇതെന്താണ്? നമ്മുടെ റേഡിയസ് ആണ്. ഓക്കെ, അപ്പം ഒന്ന് പറഞ്ഞു നോക്കിയേ എന്തായിരിക്കും? യെസ്, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദി ഇൻ്റർസെപ്റ്റഡ് ഏരിയ ടു ദി സ്ക്വയർ ഓഫ് ദി റേഡിയസ്. ഓക്കെ, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദി ഇൻ്റർസെപ്റ്റഡ് ഏരിയ എ. ഇത് ഞാൻ എന്താണ്? എ എന്ന് ഡിനോട്ട് ചെയ്യാണ്. എ ഓഫ് ദി സ്പെറിക്കൽ സർഫസ് ടു ദി സ്ക്വയർ ഓഫ് ഇറ്റ്സ് റേഡിയസ് R. മനസ്സിലായോ? അപ്പം ഇതിനെ ഞാൻ എന്താണ്? ഈ നമ്മുടെ ഒമേഗ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ കോണിനെ. ഓക്കെ, അപ്പം ഒമേഗ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? A/R². ഇൻ്റർസെപ്റ്റഡ് ഏരിയ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ദി റേഡിയസ്. മനസ്സിലായോ എന്താണ് പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും എന്ന്? ഒന്നുമില്ല, പ്ലെയിനിൽ വരയ്ക്കുന്ന ആംഗിൾ ആണെങ്കിൽ അത് പ്ലെയിൻ ആംഗിളാണ്. ഒരു 3D സ്ഫിയറിലാണ് നമുക്ക് ആ ആംഗിൾ കിട്ടുന്നതെങ്കിൽ അതിനെയാണ് നമ്മളെന്ന് പറയുക? സോളിഡ് ആംഗിൾസ് എന്ന് പറയുക. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ 2 മാർക്കിനൊക്കെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണെന്ത്? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, സിമ്പിളാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, ആദ്യം ഞാനിതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് വായിക്കാം.
The reliable digit plus the first uncertain digit are known as significant digits or significant figures. എന്തെങ്കിലും മനസ്സിലായോ? ഈ കാണാപ്പാടൊന്നും പഠിക്കണ്ട കേട്ടോ. ഈ ഡെഫിനിഷൻ ഇതിലെന്താണ്, എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് കാണാൻ മാത്രമേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ വിശദീകരിച്ചു തരാം. ഇപ്പം ഞാൻ ഈ ഒരു പെന്ന്, ഓക്കെ, ഈ ഒരു പെന്നിനെ ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും ഇതിൻ്റെ ലെങ്ത് അളക്കുകയാണെന്ന് വിചാരിച്ചോ. ഞാൻ അളന്നപ്പോൾ എനിക്ക് കിട്ടിയത് ഏകദേശം ഒരു 10.2 സെൻറ്റിമീറ്ററും, വേറൊരാൾ അളന്നപ്പോൾ കിട്ടിയത് 10.1 സെൻറ്റിമീറ്റർ, വേറൊരാൾ അളന്നപ്പം കിട്ടിയത് 10.3 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പം ഇതെന്താണ്, സെയിം പെന്നിൻ്റെ ലെങ്ത് ആണ് കേട്ടോ ഈ 3 വാല്യൂസായിട്ട് കിട്ടിയത്. അപ്പം നോക്കിക്കേ, നിങ്ങൾ നോക്കിയാൽ കാണും ഈ 10 എന്ന് പറയുന്നത് എന്താണ്, മാറുന്നില്ല അല്ലേ. ഞങ്ങൾക്ക് 3 ആൾക്ക് കിട്ടിയതിലും 10 ഉണ്ട്, പക്ഷേങ്കിലും ഈ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ചേഞ്ച് ചെയ്തത് അല്ലേ. അപ്പം ഈ ചേഞ്ച് ചെയ്യാത്ത ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിലയബിൾ ഡിജിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാത്ത ആൾക്കാരാണെന്ത് ഈ റിലയബിൾ ഡിജിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ അങ്ങനെ മാറി മാറി കളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അൺസെർട്ടൈൻ ഡിജിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഉറപ്പില്ലാത്ത അല്ലെങ്കിൽ മാറ്റം വരുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അൺസെർട്ടൈൻ ഡിജിറ്റ് എന്നും. കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന, ഓക്കെ, മാറാത്ത ആൾക്കാരാണ് നമ്മൾ എന്ത് പറയുന്നത്, റിലയബിൾ ഡിജിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, യെസ്, റിലയബിൾ ഡിജിറ്റിൻ്റെയും കൂടാതെ ഒരു അൺസെർട്ടൈൻ ഡിജിറ്റിൻ്റെയും സമ്മിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. നോക്കിയേ, ഒരു റിലയബിൾ ഡിജിറ്റിൻ്റെയും ഒരു അൺസെർട്ടൈൻ ഡിജിറ്റും കൂടി കൂട്ടി എഴുതുന്നതാണ് എന്ത്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട്, ആ റൂൾസിലേക്ക് പോവാം. ഓക്കെ, ഈ ഡെഫിനിഷൻ വൈസ് നിങ്ങൾ എന്താണ്, ബുദ്ധിമുട്ടൊന്നും വേണ്ട, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ വായിച്ച് നോക്കി, ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അതായത് 1 തൊട്ട് 9 വരെയുള്ള എല്ലാ നോൺ സീറോ ഡിജിറ്റ്സും എന്താണ്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുക, നമ്മൾ 2, 3, 7 ഇതൊക്കെ എന്താണ്, നോൺ സീറോ ഡിജിറ്റ്സ് ആണല്ലേ. അപ്പം ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക, യെസ്, 1, 2, 3 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. വേറെ നോക്കുക, 1, 2, 3, 4 ഇതിലെത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്, യെസ്, 1, 2, 3, 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ലേ. ഇനി എന്താണ്, 1, 8, 0, 9 നോക്കൂ, ഇതിലെത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്, 1, 2, 3 നോൺ ഡിജിറ്റ് ആണല്ലോ ഉള്ളത്. അപ്പോൾ ആ 3 എന്താണ്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണെന്ന് മനസ്സിലായി. ഈ 0 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണോ അല്ലയോ? നോൺ ഡിജിറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ, നോൺ സീറോസ് ആയിട്ടുള്ള എല്ലാ ഡിജിറ്റും എന്താണ്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണെന്ന് പറഞ്ഞു. ഈ 0 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണോ, അത് നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കുക? യെസ്, അത് നമ്മൾ ആദ്യം 0ൻ്റെ പൊസിഷൻ മനസ്സിലാക്കണം. ഇതിൻ്റെ പൊസിഷൻ, ഈ 0 എവിടെയാണോ ഉള്ളത് അതിൻ്റെ പൊസിഷൻ വെച്ചിട്ടാണ് 0 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണോ അല്ലയോ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, അപ്പം 0 ഇപ്പം ഒരു സംഖ്യ തുടങ്ങുന്നത് 0 വെച്ചിട്ടാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 002 ഈ സംഖ്യ എന്ന് പറയുന്നത് 0 വെച്ചിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിജിറ്റിനാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സീറോസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീഡിങ് സീറോസ് എന്ന് പറയുക. എന്താണ്, ലീഡിങ് സീറോസ് എന്ന് പറയുക. ഓക്കെ, ഇനി 2 നോൺ സീറോ ഡിജിറ്റിൻ്റെ ഇടയ്ക്കാണ് ഒരു 0 വരുന്നതെങ്കിൽ, ഇപ്പോൾ 202 202 ഇതെന്താണ്, ഈ 2 നോൺ സീറോ ഡിജിറ്റിൻ്റെ ഇടയിലാണെന്ത് ഒരു 0 വരുന്നത് അല്ലേ. അപ്പോൾ എന്താണ്, ഈ 0 2 നോൺ ഡിജിറ്റിൻ്റെ ഇടയിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഈ 0 നമ്മൾ എന്താണ്, ട്രാപ്പ്ഡ് 0 എന്നാണ് പറയുക. എന്താണ്, ട്രാപ്പ്ഡ് 0. ഇനി ഒരു ഡിജിറ്റ് അവസാനിക്കുന്നത് 0ലാണെങ്കിൽ, ഇപ്പം 200, ഓക്കെ, ഇതെന്താണ്, അവസാനിക്കുന്നത് 0ലാണല്ലേ. അങ്ങനെയാണെങ്കിൽ അത്തരം 0ന് നമ്മൾ എന്ത് പറയും, ട്രെയിലിംഗ് 0 എന്ന് പറയും. ഓക്കെ, ട്രെയിലിംഗ് 0 എന്ന് പറയും. അപ്പം ഈ ഇത്തരത്തിലുള്ള 0ൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ 0ൻ്റെ പൊസിഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു 0 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണോ അല്ലയോ എന്ന്. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആക്കി നോക്കാം. ഇവിടെ എന്താണ്, ലീഡിങ് സീറോസ് എന്താണ്, ഒരിക്കലും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ല. അപ്പം ഒരു ഡിജിറ്റിൻ്റെ മുമ്പിൽ സീറോസ് കാണുകയാണെങ്കിൽ ആ സീറോസ് ഒന്നും എന്താണ്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ല എന്ന് പറയാം. അതായത് ഇതിൽ നോക്കിയേ, ഈ സീറോസ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണോ അല്ലല്ലേ. കാരണം എന്താണ്, ഈ 2 സീറോസും ഒരു ഡിജിറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് വന്നത് അല്ലേ, 2ൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് വന്നത്. അപ്പോൾ എന്താണ്, ഈ സീറോസ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ല എന്ന് പറയാൻ പറ്റും. ഈ 2 മാത്രമാണ് ഇവിടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിട്ടുള്ളൂ. അപ്പം ഈ ഡിജിറ്റിൽ ടോട്ടൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് പറയാം, നോക്കിയേ, എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് പറയാം. യെസ്, ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളൂ ഇവിടെ അല്ലേ.
മനസ്സിലായോ? ഇനി രണ്ടാമത്തെ കേസ് എന്താണ്? ട്രാപ്പിഡ് സീറോസിൻ്റെ ആണ് അല്ലേ. എന്താണ്? രണ്ട് നോൺ ഡിജിറ്റിൻ്റെ ഇടയിൽ പെട്ടുപോയ ആൾക്കാർ. അത്തരത്തിലുള്ള സീറോസ് എന്താണ്? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. ഓക്കെ, അത്തരത്തിലുള്ള സീറോസ് എന്താണ്? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഈ 202 എന്ന് പറയുന്നത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? യെസ്, ഈ രണ്ട് നോൺ ഡിജിറ്റും എന്താണ്? നോൺ സീറോസും എന്താണ്? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. കൂടാതെ ഈ ട്രാപ്പിഡ് സീറോ എന്താണ്? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര ടോട്ടലായിട്ട് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട് ഇതിൽ? യെസ്, 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട് അല്ലേ. അപ്പം ലീഡിങ് സീറോസ് എന്താണെന്ന് മനസ്സിലായി, ട്രാപ്പിഡ് സീറോസ് എന്താണെന്ന് മനസ്സിലായി. ഇനി മൂന്നാമത്തെ ആളാണ് ട്രെയിലിംഗ് സീറോസ്. ഓക്കെ, ട്രെയിലിംഗ് സീറോസിൽ നമ്മൾ നോക്കണമെങ്കിൽ അതിൽ ഡെസിമൽ പോയിൻ്റ് ഉണ്ടോ ഇല്ലയോ എന്നറിയണം. ഇപ്പം ഒരു ട്രെയിലിംഗ് സീറോയിൽ അല്ലെങ്കിൽ ഒരു ഡിജിറ്റ് അവസാനിക്കുന്നത് സീറോയിലാണെങ്കിൽ ആ ഡിജിറ്റിൽ എന്താണ്? ഡെസിമൽ പോയിൻ്റ് ഉണ്ടെങ്കിൽ ആ സീറോസൊക്കെ എന്താണ്? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിരിക്കും. എനിക്കറിയാൻ മനസ്സിലായിട്ടില്ലെന്ന്. അതായത് 200 ഇതിപ്പോൾ എന്താണ്? ഡെസിമൽ പോയിൻ്റ് ഉണ്ടോ ഇതിൽ? ഇല്ല. അപ്പം ഞാനിതിലൊരു ഡെസിമൽ പോയിൻ്റ് ഇട്ടു എന്ന് കരുതുക, 2.00. ഇതിനെന്താണ്? ഡെസിമൽ പോയിൻ്റ് വന്നല്ലോ. ഇതെന്താണ്? ഇത് ട്രെയിലിംഗ് സീറോസ് ആണ്. ഈ ഡിജിറ്റിൽ ഒരു ഡെസിമൽ പോയിൻ്റ് വരികയും ചെയ്തു. അങ്ങനെയാകുന്ന സമയത്ത് ഇതെന്താണ്? ഈ രണ്ട് സീറോസും എന്താണ്? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സായി മാറി. അപ്പം ഈ ഒരു 2.00 എന്ന് പറയുന്നത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് പറയാം? ഈ നോൺ സീറോ ആയിട്ടുള്ള രണ്ടും ഡെസിമൽ പോയിൻ്റ് വന്നതുകൊണ്ട് ഈ രണ്ട് ട്രെയിലിംഗ് സീറോസും. അപ്പോൾ ടോട്ടൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇതിലുണ്ടെന്ന് പറയാം. ഇനി നേരെ മറിച്ച് 200 മാത്രമാണുള്ളതെങ്കിലോ ഇതിൽ ഡെസിമൽ പോയിൻറ്റ്സ് ഇല്ല. ഡെസിമൽ പോയിൻറ്റ്സ് ഇല്ലെങ്കിൽ ട്രെയിലിംഗ് സീറോസ് എന്താണ്? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ല എന്ന് പറയാൻ പറ്റും. ഓക്കെ, ട്രെയിലിംഗ് സീറോസിൽ ഡെസിമൽ പോയിൻ്റ് ആണെന്ത്? സീറോ സിഗ്നിഫിക്കൻ്റ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്നത്. മനസ്സിലായോ? അപ്പം ഇതിലെത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? യെസ്, ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മാത്രമേ ഉള്ളൂ, ഈ നോൺ സീറോ ആയിട്ടുള്ള 2 മാത്രം. മനസ്സിലായോ? ഓക്കെ, അപ്പം മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം എന്തായാലും. അപ്പം ഞാനിപ്പോൾ പറഞ്ഞത് തന്നെ ഒന്ന് ഡെഫിനിഷൻ വൈസ് എഴുതിയിട്ടെന്നേ ഉള്ളൂ. ഓൾ ദ സീറോസ് ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ് നോ മാറ്റർ വേർ ദ ഡെസിമൽ പോയിൻറ്റ്സ് ഈസ് ഇഫ് അറ്റ് ഓൾ. എന്താണ്? നമ്മുടെ ട്രാപ്പിഡ് സീറോനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. എന്താണ്? സീറോസ് ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് അല്ലേ, രണ്ട് നോൺ സീറോ ഡിജിറ്റ്സിനിടയിൽ വരുന്ന സീറോസ് എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണെന്നാണ് പറഞ്ഞത്. ഇപ്പം ഇങ്ങനൊരു ഡിജിറ്റ് ഞാൻ എഴുതി. ഇതിൻ്റെ ഈ രണ്ട് നോൺ സീറോൻ്റെ ഇടയ്ക്കാണ് എന്താ ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉള്ളത്, ഈ സീറോ ഉള്ളത് അല്ലേ, ഈ ഒരു സീറോ ഉള്ളത്. അപ്പം ഇതെന്താണ്? സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണെന്ന് പറയാൻ പറ്റുമല്ലോ അല്ലേ. അപ്പം ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടെന്ന് പറയാൻ പറ്റും? യെസ്, ഈ 3 നോൺ സീറോകൾ പിന്നെ ഒരു ട്രാപ്പിഡ് സീറോ. അപ്പം ടോട്ടൽ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കി, ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? പറയൂ. യെസ്, നമ്മൾ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് അറിയാം ഈ 4 നോൺ സീറോകളും എന്തായാലും സിഗ്നിഫിക്കൻ്റ് ആവുമല്ലോ. ആവും. പിന്നെ ഈ 2 സീറോസാണ് നമുക്ക് പ്രശ്നം. ഇതറിയാം. എന്താണ്? ഈ 2 നോൺ സീറോസിൻ്റെ ഇടയിലാണെന്ത്? ഈ സീറോസ് കിടക്കുന്നത്. അതെന്താണ്? ട്രാപ്പിഡ് സീറോസ് ആണല്ലേ. അപ്പം നമുക്ക് ഉറപ്പായി എന്ത്? ഈ 2 സീറോസ് എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. സോ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണെന്ത്? ഈ ഡിജിറ്റിലുള്ളത്. മനസ്സിലായോ? ട്രാപ്പിഡ് സീറോസിൻ്റെ കേസ് മനസ്സിലായല്ലോ. ഇനി അടുത്തത്, ഇഫ് ദ നമ്പർ ഈസ് ലെസ് ദാൻ 1 ദ സീറോസ് ഓൺ ദ റൈറ്റ് ഓഫ് ദി ഡെസിമൽ പോയിൻറ്റ് ബട്ട് ടു ദ ലെഫ്റ്റ് ഓഫ് ദി ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ്സ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അതായത് ഇപ്പോൾ 00582 ഇങ്ങനൊരു ഡിജിറ്റ് ഞാൻ എഴുതി. ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? നിങ്ങൾ എന്നെ ഒന്ന് കണ്ടുപിടിച്ചേ. നോക്കട്ടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഒറ്റ നോട്ടത്ത് കണ്ടാൽ നമുക്ക് എന്ത് മനസ്സിലാവും? യെസ്, ഈ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണെന്ന് മനസ്സിലാവുമല്ലോ. കാരണം എന്താണ്? ഇത് 3 നോൺ സീറോ ഡിജിറ്റ്സ് ആണ്. അപ്പം ആ 3 നോൺ സീറോ ഡിജിറ്റ്സ് സിഗ്നിഫിക്കൻ്റ് ആണെന്ന് മനസ്സിലായി. അപ്പം ബാക്കി ഈ 2 സീറോസ് ആണ് നമുക്ക് കൺഫ്യൂഷൻ. ഇത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണോ അല്ലയോ? പറഞ്ഞേ. യെസ്, ഇത് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ലല്ലേ. കാരണം എന്താണ്? ഇത് 2 ഒരു ഡിജിറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണുള്ളത്. ഞാൻ പറഞ്ഞു സ്റ്റാർട്ടിങ്ങിലുള്ള സീറോസ് ഒന്നും എന്താണ്? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ല.
അപ്പം എന്താണ് ഈ രണ്ട് സീറോസും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ല. അപ്പം ഇതിലെന്താണ് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്നാണ് പറയാൻ പറ്റുക. അപ്പോൾ വേറൊന്ന് നോക്കുകയാണെങ്കിൽ 0, 5, 8, 0, 2 ഇതൊന്ന് പറഞ്ഞേ, ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? യെസ്, വെരി ഗുഡ്, 4 എണ്ണം അല്ലേ. എന്താണ് ഇതൊഴികെ ബാക്കിയൊക്കെ എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ്. ഇത് 3ഉം നോൺ സീറോസ്, ഇതൊന്നെന്താണ് ട്രാപ്പിഡ് സീറോസ്. ഈ ഒരു ലീഡിങ് സീറോ ഒഴികെ ബാക്കിയൊക്കെ എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ്. അപ്പം 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മനസ്സിലായല്ലോ. അപ്പം ട്രാപ്പിഡ് സീറോസും മനസ്സിലായി, ലീഡിങ് സീറോസും മനസ്സിലായി. ബാക്കി ഒരാളുണ്ടല്ലോ, ആരാണ്? ട്രെയിലിംഗ് സീറോസ് അല്ലേ. നോക്കാം. യെസ്, 4ാമതാണ് ദ ടെർമിനൽ ഓർ ട്രെയിലിംഗ് സീറോ ഇൻ എ നമ്പർ വിത്തൗട്ട് എ ഡെസിമൽ പോയിൻറ്റ്. നോട്ട് ചെയ്യുക, വിത്തൗട്ട് എ ഡെസിമൽ പോയിൻറ്റ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. വിത്തൗട്ട് എ ഡെസിമൽ പോയിൻറ്റ് നോട്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. നേരത്തെ ഞാൻ പറഞ്ഞു 100ൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? ഒറ്റൊന്നേ ഉള്ളൂ അല്ലേ, ഒന്നാണല്ലോ. കാരണം എന്താണ്, ഇതിൽ ഡെസിമൽ പോയിൻറ്റ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ടെർമിനൽ അല്ലെങ്കിൽ ട്രെയിലിംഗ് സീറോസ് ഒന്നും എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ല. ഇനി ഇതിനെ തന്നെ ഞാൻ മാറ്റിയിട്ട് 1.00 എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? യെസ്, 3 എണ്ണം ഉണ്ട് അല്ലേ. കാരണം എന്താണ്, ഡെസിമൽ പോയിൻ്റ് വന്നു. ഡെസിമൽ പോയിൻ്റ് വന്നാൽ ട്രെയിലിംഗ് സീറോസ് എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ്. മനസ്സിലായോ? അപ്പം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എങ്ങനെയാണ്, എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ മനസ്സിലായല്ലോ. റൂൾസൊക്കെ മനസ്സിലായല്ലോ അല്ലേ. വേണമെങ്കിൽ ഒന്നും കൂടി ഞാൻ ഫാസ്റ്റായിട്ട് പറഞ്ഞുതരാം. ഒന്നാമത് പറഞ്ഞത് എല്ലാ നോൺ സീറോ ഡിജിറ്റ്സ് എന്തായിരുന്നു സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണെന്നാണ് പറഞ്ഞത്. പിന്നെന്താണ് പറഞ്ഞത്, നമ്മുടെ ട്രാപ്പിഡ് സീറോസ് അല്ലേ, 2 നോൺ സീറോ ഡിജിറ്റ്സിന് ഇടയിൽ വരുന്ന സീറോസ് എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. പിന്നെ ഒരു ഡിജിറ്റ് തുടങ്ങുമ്പോൾ വരുന്ന സീറോസ് ഒന്നും എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ല അല്ലേ. ലീഡിങ് സീറോസ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ല. പിന്നെ ടെർമിനൽ സീറോസിൻ്റെ കേസിൽ ഡെസിമൽ പോയിൻറ്റിൻ്റെ ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ടാണെന്ത് അത് സിഗ്നിഫിക്കൻ്റ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്നത്. എന്താണ്, ഒരു ഡിജിറ്റിൽ ഡെസിമൽ പോയിൻ്റ് ഉണ്ടെങ്കിൽ ആ സീറോസ് എന്താണ്, ആ ട്രെയിലിംഗ് സീറോസ് എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സും, ഇല്ലെങ്കിൽ ഡെസിമൽ പോയിൻ്റ് ഇല്ലെങ്കിൽ ആ ട്രെയിലിംഗ് സീറോസ് എന്താണ് നോട്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സുമാണ്. മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോയിക്കൂടെ. റൂൾസ് ഫോർ അരിത്തമെറ്റിക് ഓപ്പറേഷൻ വിത്ത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് നമ്മൾ അടുത്ത നോക്കുന്നത്. ഇത് എക്സാമിന് എത്ര ഇമ്പോർട്ടൻ്റ് ആണോ ചോദിച്ചാൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ ഈ NEET JEE പോലെയുള്ള എക്സാംസിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്തായാലും ഞാനൊന്ന് പറയാം. അപ്പം ഇൻ മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ ദ ഫൈനൽ റിസൾട്ട് ഷുഡ് റിട്ടൈൻ ആസ് മെനി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആസ് ആർ ദർ ഇൻ ദി ഒറിജിനൽ നമ്പർ വിത്ത് ദ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയാം. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. 1.2 × 2.38. ഓക്കെ, ഈ രണ്ട് എന്താണ് ഡിജിറ്റ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാണ്. 1.2 × 2.38. അപ്പം ആദ്യം നമ്മൾ ഇത്തരത്തിലുള്ള സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ ആൻസർ കാണേണ്ട ക്വസ്റ്റ്യനിലൊക്കെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ക്വസ്റ്റ്യനിലുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിൽ എത്ര ഉണ്ട്? 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണുള്ളത്. ഇതിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യനിൽ ഏറ്റവും കുറഞ്ഞ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഏതിലാണോ ഉള്ളത് അല്ലെങ്കിൽ എത്രയാണോ അത്ര മാത്രമേ ആൻസറിൽ ഉണ്ടാവാൻ പാടുള്ളൂ. മനസ്സിലായോ? അതായത് ഇപ്പോൾ ഇതിൽ ഏറ്റവും കുറഞ്ഞത് ഏതാണ്? 2 ആണ് അല്ലേ. 2 ആണ് ഏറ്റവും കുറഞ്ഞ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൽ ഇതിൽ. അപ്പോൾ നമ്മുടെ ആൻസറിലും എത്ര ഉണ്ടാവാൻ പാടുള്ളൂ? 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പം ഇതിൻ്റെ ആൻസർ എത്രയാണ് കിട്ടുക? 2.856. അപ്പം ഇതിനെ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഇത്രയും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നീട്ടി വലിച്ച് എഴുതാൻ പറ്റും നമുക്ക്? ഇല്ലല്ലേ. കാരണം ഏറ്റവും ലീസ്റ്റ് നമ്പർ ആയിട്ടുള്ള 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ മാത്രമേ നമുക്ക് ആൻസറിൽ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പം അങ്ങനെയാകുന്ന സമയത്ത് എന്താണ്, ഇത്രയും മാത്രമേ വരാൻ പാടുള്ളൂ അല്ലേ. അതായത് 2.8 അതാണ് വരിക. നമ്മുടെ ആൻസർ എത്രയാണ്? 2.8 ആയിരിക്കും. ഇപ്പോൾ വേറെ ഒന്ന് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ എഴുതുകയാണ് 2.56 ഡിവൈഡഡ് ബൈ ഒരു 2.2. 2.56 ഡിവൈഡഡ് ബൈ 2.2. ഇത് നോക്കിയേ, ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? യെസ്, ഇവിടെ 3 എണ്ണവും ഇവിടെ 2 എണ്ണവും ആണല്ലോ. അപ്പോൾ നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം നമ്മുടെ ആൻസറിൽ എത്ര വരാൻ പാടുള്ളൂ? ഇതിൽ ഏറ്റവും ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗറായ 2 മാത്രമേ വരാൻ പാടുള്ളൂ അല്ലേ. അപ്പം ഇതിൻ്റെ ആൻസർ ഏകദേശം എത്ര വരും? 1.163 സംതിങ് വരും അല്ലേ.
1.163. അപ്പോൾ നോക്കി ഇത്രയും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വലിച്ചു നീട്ടി എഴുതാൻ പറ്റില്ല നമുക്കറിയാം. അപ്പം ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ വരാൻ പാടുള്ളൂ. അപ്പം ഏകദേശം ഇത്ര മാത്രമേ വരാൻ പാടുള്ളൂ. പക്ഷെ നിങ്ങൾ നോക്കി ഇവിടെ എന്താണ് ഈ 1 ശേഷമുള്ള ആൾ 6 അല്ലേ. അപ്പോൾ നമുക്ക് 1.1 എന്ന് അങ്ങനെ എഴുതാൻ പറ്റില്ല, റൗണ്ട് ഓഫ് ചെയ്യണം. റൗണ്ട് ഓഫ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിതൊന്നും അയക്കുന്നുണ്ട്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഒരു സംഖ്യ 2.28 എന്ന് പറഞ്ഞൊരു സംഖ്യ. അപ്പോൾ എനിക്കിതിൽ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉള്ള ഒരു ഡിജിറ്റാക്കി മാറ്റണം എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇത്ര മാത്രമല്ലേ വരാൻ പാടുള്ളൂ, ഇത്ര മാത്രമേ വരാൻ പാടുള്ളൂ അല്ലേ. 2.2 വരെ മാത്രമേ വരാൻ പറ്റുള്ളൂ. പക്ഷേ 2.2 എന്ന് അങ്ങനെ നേരിട്ട് എഴുതാൻ പറ്റില്ല. കാരണം ഈ 2വിന് ശേഷമുള്ള ഈ ഒരു സംഖ്യ നോക്കിയേ, ഇതെന്താണ് 5നേക്കാളും ഗ്രേറ്റർ അല്ലേ. 5നേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ ഇവിടെ എന്താണ് +1 ചേർത്ത് എഴുതുക നമ്മൾ. മനസ്സിലായോ? 5നേക്കാളും ഗ്രേറ്റർ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് നമ്മൾ +1 ചേർത്ത് എഴുതി. അപ്പോൾ എന്ത് കിട്ടും? 2.3 എന്ന് കിട്ടും നമുക്ക്. മനസ്സിലായോ? അപ്പം വേറെ ഒന്നും കൂടി പറഞ്ഞുതരാം. ഇപ്പം 8 അല്ല അത് വേണ്ട, സിമ്പിളായിട്ടുള്ള പറഞ്ഞുതരാം. 3.54 ഈ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൽ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആക്കി നമുക്ക് ചുരുക്കണം. എങ്ങനെയാണ് ചുരുക്കുക? യെസ്, നമുക്കറിയാം ഇത്ര മാത്രമേ പാടുള്ളൂ അല്ലേ. അപ്പം ഈ 5ന് ശേഷമുള്ളൊരു സംഖ്യ നോക്കിയേ, എന്താണ് ഇതെന്താണ് നമ്മുടെ 5നേയും കാട്ടും സ്മോൾ അല്ലേ. 5നേയും കാട്ടും സ്മോളാണ്. അപ്പം ഇതെന്താണ് ഇതേ സംഖ്യ തന്നെയാണ് വരിക. ഓക്കെ, ഇപ്പം നമുക്കിപ്പോൾ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആക്കിയാണോ മാറ്റേണ്ടത് അതിന് ശേഷമുള്ള, ഇപ്പം 2 ആണെങ്കിൽ 3ാമത്തെ സംഖ്യ, ഇപ്പം 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ് വേണ്ടതെങ്കിൽ 5ാമത്തെ സംഖ്യ. അപ്പം എത്രാമത്തെ സംഖ്യ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണോ വേണ്ടത് അതിന് തൊട്ടപ്പുറത്തുള്ള സംഖ്യ 5നേക്കാൾ കൂടുതലാണോ കുറവാണോ നോക്കുക. ഓക്കെ, ഇപ്പം അത് 5നേക്കാൾ കൂടുതലാണെങ്കിൽ, ഓക്കെ 5നേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ എന്താക്കണം, 1 കൂട്ടി എഴുതണം. ഇപ്പോൾ ഇവിടെ എന്താണ് 8 എന്ന് പറയുന്നത് 5നേയും കാട്ടും കൂടുതലല്ലേ. അപ്പോൾ നമ്മൾ ഈ 2വിനോട് 1 കൂട്ടി എഴുതി, 2.3 എന്ന് കിട്ടി. അതേപോലെ തന്നെ 5നേക്കാളും കുറവാണെങ്കിൽ നമ്മൾ എന്താക്കണം, സെയിം തന്നെ ആക്കി എഴുതണം. ഇവിടെ എന്താണ് ഈ 4 എന്ന് പറയുന്നത് 5നേയും കാട്ടും കുറവാണ് അല്ലേ. ഈ 5 അല്ല കേട്ടോ, ഈ 5. ഓക്കെ, അപ്പം ഈ 4നേയും കാട്ടും കുറവാണെന്ത് 5. അപ്പം എന്താക്കണം, ഇതിങ്ങനെ തന്നെ റിമെയിൻ ചെയ്യും. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്തായിരിക്കും 3.5 എന്നായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആൻസർ ഒന്ന് നോക്കിയേ, 1.63 അല്ലായിരുന്നു. ഈ എന്താണ് നമുക്ക് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ വേണ്ടൂ. അപ്പം ഇത്ര മാത്രം മതി നമുക്ക് അല്ലേ. അപ്പം ഈ 6 എന്താണ് 5നേക്കാട്ടും കൂടുതലാണ് ആണല്ലോ. ഈ 6 എന്താണ് 5നേക്കാട്ടും കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്താക്കണം, യെസ് ഈ 1ൻ്റെ ഒപ്പം +1 ആഡ് ചെയ്തിട്ട് എഴുതണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1.2. മനസ്സിലായോ? 1.2 എന്ന് ആൻസർ കിട്ടും. അപ്പം ഇതത്ര നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ വരുന്ന സമയത്ത് ക്വസ്റ്റ്യനിൽ ഉള്ളതിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻറ്റ് നമ്പേഴ്സ് എത്രയാണോ അത്രയും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മാത്രമേ എന്തിലും വരാൻ പാടുള്ളൂ, ആൻസറിലും വരാൻ പാടുള്ളൂ. ഓക്കെ, അത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ്റെ കേസിലാണ്. ഇതിപ്പോൾ എഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷനിലേക്ക് വരുന്ന സമയത്ത് എന്താവും നോക്കാം. എഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ എന്താവുക, in addition or subtraction, the final result should retain as many decimal places as are there in the number with the least decimal places. എന്താണ് അവിടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ നമ്പറാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ ഇവിടെ നോക്കുന്നത് എന്താണ്, ഡെസിമൽ പ്ലേസസിൻ്റെ നമ്പറാണ്. എന്താണ് ഡെസിമൽ പ്ലേസ്? ഒന്നുമില്ല. അപ്പോൾ 2.38 എന്ന് എഴുതി വിചാരിച്ചോ. ഈ ഡെസിമൽ പോയിൻറ്റിന് ശേഷമുള്ള നമ്പേഴ്സ് ഉണ്ടല്ലോ അതിനാണ് നമ്മൾ ഡെസിമൽ പ്ലേസസ് എന്ന് പറയുന്നത്, ആ സ്ഥലം. ഓക്കെ, അപ്പം നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ എടുക്കുകയാണ്. ഇപ്പം 2.1 തന്നെ എടുക്കാം അല്ലേ. 2.1 + 3.2. 2.1 + 3.2
ഇത് ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 5.3 എന്ന് കിട്ടും അല്ലേ? 5.3 എന്ന് കിട്ടും. അപ്പം ഇതിലെന്താണ് 2 2 ഡെസിമൽ പ്ലേസ് എത്രയാണ്? സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് 2 ആണ്. ഇതിൽ ഡെസിമൽ പ്ലേസ് എത്രയാണ്? 1 ആണ്. കാരണം പോയിന്റിന് ശേഷം ഒരു സ്ഥാനമാണുള്ളത്. ഇവിടെ അതേപോലെ തന്നെ പോയിന്റിന് ശേഷം ഒരു സ്ഥാനമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെയും എന്താണ് ഡെസിമൽ പ്ലേസ് 1 ആണ്. അപ്പം ഇവിടെ ലീസ്റ്റ് അല്ലെങ്കിൽ ഗ്രേറ്റർ ഒന്നുമില്ല, രണ്ടും സെയിം ആണ്. അപ്പം ആൻസറിൽ എന്തായിരിക്കണം? ഡെസിമൽ പ്ലേസ് കഴിഞ്ഞിട്ട് ഒറ്റ സ്ഥാനം ഉണ്ടാകാൻ പാടുള്ളൂ. അതായത് ഇവിടെ ഒറ്റ സ്ഥാനം തന്നെയാണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് മാറ്റേണ്ട കാര്യങ്ങളൊന്നുമില്ല. മനസ്സിലായോ? ഇതിപ്പം ഇനി ഡെസിമൽ പ്ലേസ് 2 ആണെങ്കിൽ ആൻസറിലും എന്താണ് ഡെസിമൽ പ്ലേസ് 2 ഉണ്ടാകാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്ത ആൾക്കാർ പഠിക്കണം ഞാൻ നിർബന്ധിക്കില്ല, കാരണം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഇത്. സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സിൻ്റെ റൂൾസ് എന്തായാലും പഠിക്കണം. എങ്ങനെയാണ് എത്ര സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് കണ്ടെത്തുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 5.74 gram of a substance occupies 1.2 centimeter cube. Express its density by keeping the significant figures in view. എന്താണ് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് കാണത്തക്ക വിധത്തിൽ ഡെൻസിറ്റി കണ്ടെത്താനാണ് പറഞ്ഞത്. നോക്കാം, ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? യെസ്, നമുക്കറിയാം മാസ് ബൈ വോളിയം ആണ് അല്ലേ? ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. അപ്പോൾ നമുക്കിവിടെ എത്രയാണ്? 5.74 gram ആണെന്ത് മാസ് തന്നിരിക്കുന്നത്. 5.74 ഡിവൈഡഡ് ബൈ വോളിയം എത്രയാണ്? 1.2 അല്ലേ? 1.2 എത്ര വരും? നിങ്ങൾ എന്നെ ഒന്ന് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയേ. ഏകദേശം എത്ര വരും? ഏകദേശം ഒരു 4.783 അത്ര സംതിങ് വരും അല്ലേ? ഓക്കെ, 4.783. അപ്പോൾ നമുക്ക് അരിത്തമെറ്റിക് റൂൾ ഓർമ്മ വരണം. എന്താണ് ഇവിടെ എത്ര എന്താണ് ഡിവിഷനാണ്. അപ്പോൾ നമ്മൾ സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണമാണ് നോക്കേണ്ടത്. ഇവിടെ എത്ര സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ഉണ്ട്? 3 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് അല്ലേ? ഇവിടെയോ 2 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ്. അപ്പം ആൻസറിൽ എത്ര സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സേ പാടുള്ളൂ? യെസ്, ഒബ്വിയസ്ലി 2 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സേ പാടുള്ളൂ. കാരണം 2 ആണ് ഏറ്റവും ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് നമ്മുടെ ക്വസ്റ്റ്യനിൽ. അപ്പം ഇവിടെ എന്താണ് ആൻസറിലും 2 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സേ പാടുള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ് ഇത്ര മാത്രമേ പാടുള്ളൂ അല്ലേ? പക്ഷെ നമ്മളൊരു കാര്യം നോക്കണം, തൊട്ടടുത്തുള്ള സംഖ്യ 8 എന്താണ് 5നേക്കാട്ടും കൂടുതലാണ് അല്ലേ? അപ്പോൾ 5നേക്കാട്ടും കൂടുതലാകുമ്പം നമുക്കറിയാം ഇതിൻ്റെ കൂടെ +1 ചേർത്തിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര വരും? 4.8 വരും. അപ്പം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു 4.8 gram സെൻറ്റിമീറ്റർ ക്യൂബ് വരും. മനസ്സിലായോ? ഓക്കെ, എങ്ങനെയാണ് കണ്ടുപിടിച്ചാൽ മനസ്സിലായോ? ഡെൻസിറ്റി ഒന്നുമില്ല, മാസ് ബൈ വോളിയാണെന്നറിയാം. നമ്മൾ ജസ്റ്റ് എന്താണ് വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് കണ്ടുപിടിച്ചു. അതിൽ ഏറ്റവും ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ഏതാണ്? 2 ആണ്. സോ നമ്മുടെ ആൻസറിലും എന്താണ് 2 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സേ വരാൻ പാടുള്ളൂ. അപ്പം എന്താണ് ആ 8 എന്താണ് 5നേക്കാട്ടും ഗ്രേറ്റർ ആയതുകൊണ്ട് നമ്മൾ 7ൻ്റെ കൂടെ 1 കൂട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4.8 എന്ന് കിട്ടി. അപ്പോൾ മനസ്സിലായല്ലോ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാമെന്ന്. ഇനി എങ്ങനെയാണ് നമ്മുടെ സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ള ക്വസ്റ്റ്യനാണിത്. എന്താണ് ഇത് കുറച്ച് സീരിയസ് ആയിട്ട് എടുത്ത് നിങ്ങൾ ചെയ്യുക കേട്ടോ. കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണെന്ത് എക്സാമിന് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഞാനൊരു 2 മിനിറ്റ് സമയം തരാം. എന്താണ് നിങ്ങൾ വേഗം ഒന്ന് ചെയ്ത് നോക്കി എത്ര ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലാക്കി, എത്ര ആൾക്കാർ എന്നോടൊപ്പം പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എത്ര ആൾക്കാർ കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്ത് നോക്കിയേ. സ്വന്തം തന്നെ എഫേർട്ട് എടുത്ത് ചെയ്ത് നോക്കിയേ. 2 മിനിറ്റ് ഞാൻ സമയം തരാം. ഇതുവരെ നമ്മൾ പഠിച്ച എല്ലാ കോൺസെപ്റ്റും, സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സിനെ കുറിച്ച് പഠിച്ച എല്ലാ കോൺസെപ്റ്റും ഒന്ന് ആലോചിക്കുക. സീറോസ് എപ്പോഴൊക്കെ ആയിരുന്നു സീറോസ് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ആവുക അല്ല എന്നൊക്കെ ആലോചിച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ ചെയ്യാം. എത്ര സമയം മതി. കിട്ടാത്തവർ എന്താണ് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 0.007 മീറ്റർ സ്ക്വയർ. ഇതേപോലെ യൂണിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്താണ് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, യൂണിറ്റ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ 10ൻ്റെ പവേഴ്സും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 6.022 × 10⁻23 അതാ ഗ്യാഡ്രോ നമ്പർ അല്ലേ? ഇതിലെന്താണ് ഈ 10ൻ്റെ പവേഴ്സ് നോക്കണ്ട. ബാക്കിയുള്ള ആൾക്കാരാണ് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ്. ഇതിലെത്ര ഉണ്ട്? 4 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് അല്ലേ? അപ്പം ഇത്തരത്തിലുള്ള 10ൻ്റെ പവേഴ്സ് നോക്കണ്ട. ഇതേപോലെയുള്ള നമ്മുടെ യൂണിറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നോക്കിക്കേ,
മായ്ക്കുകയാണ് ഞാൻ. സോറി. ഓക്കെ, 0.007 നമുക്കറിയാം എന്താണ് ഈ 7 എന്തായാലും സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിരിക്കും. കാരണം എന്താണ്, നോൺ സീറോ ആണിത് അല്ലേ, നോൺ സീറോ ഡിജിറ്റ്സ് ആണ്. അപ്പം ഇതെന്തായാലും ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കിട്ടി നമുക്ക്. ഈ 3 സീറോസ് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കുമോ? നിങ്ങളൊന്ന് പറഞ്ഞ്. ഡെസിമൽ പോയിൻ്റ് ഉണ്ട്, പക്ഷേ ഡെസിമൽ പോയിൻറ്റിൻ്റെ കേസ് ഞാൻ എപ്പോഴായിരുന്നു പറഞ്ഞത്? യെസ്, ട്രെയിലിംഗ് സീറോയിലായിരുന്നു. ഇത് പക്ഷേ ട്രെയിലിംഗ് സീറോ ആണോ? അല്ല, ലീഡിങ് സീറോസ് ആണിത് അല്ലേ. അപ്പം ഒരു ഡിജിറ്റിൻ്റെ മുമ്പിലാണ് ഈ സീറോസ് ഫുള്ളുള്ളത്. അപ്പം നമ്മൾ എന്താണ് ഈ ഡെസിമൽ പോയിൻ്റ് നോക്കേണ്ട ആവശ്യമില്ല. ട്രെയിലിംഗ് സീറോൻ്റെ കേസിൽ മാത്രം നമ്മളെന്ത് നോക്കിയാൽ മതി? ഇത്തരത്തിലുള്ള ഡെസിമൽ പോയിൻറ്റ്സ് ഓക്കെ നോക്കിയാൽ മതി. അപ്പോൾ ഇതെന്താണ്, ഇത് 3 എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ അല്ല എന്ന് പറയാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടെന്ന് നമുക്ക് കിട്ടി? യെസ്, 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. മനസ്സിലായല്ലോ? ഇനി 2.64 × 10⁻²4. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് 10ൻ്റെ പവേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, അതും പോയി. 2.64 ഈസിയിലെ എന്താണ് 3 എന്താണ് നോൺ സീറോ ഡിജിറ്റ്സ് ആണ്. അപ്പോൾ എന്താണ് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ്. അപ്പോൾ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് കിട്ടി. ഇനി മൂന്നാമത്തെ ആൾ നോക്കിയേ, 0.2370. നോക്കിയേ ഈ 237 എന്തായാലും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിരിക്കും അല്ലേ. കാരണം എന്താണ്, നോൺ സീറോ ഡിജിറ്റ്സ് ആണ്. ഈ 2 സീറോസാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. ഫസ്റ്റത്തെ സീറോസ് നോക്കിയേ എന്താണ്, അത് ലീഡിങ് സീറോ ആണ് അല്ലേ. ഡെസിമൽ പോയിന്റ് നമ്മൾ നോക്കണോ? വേണ്ട, കാരണം എന്താണ് ലീഡിങ് സീറോ ആണത്. അപ്പോൾ ലീഡിങ് സീറോ ആയതുകൊണ്ട് തന്നെ ഇതെന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആവില്ല നമുക്കറിയാം. ലാസ്റ്റിലുള്ളൊരു സീറോ ഇല്ലേ, അതെന്താണ് ട്രെയിലിംഗ് സീറോ ആണല്ലോ. ട്രെയിലിംഗ് സീറോ എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണോ? ആണല്ലേ. കാരണം എന്താണ് ഇവിടെ ഡെസിമൽ പോയിന്റ് വരുന്നുണ്ട്. ഡെസിമൽ പോയിന്റുള്ള ഒരു ഡിജിറ്റിലാണെങ്കിൽ ട്രെയിലിംഗ് സീറോസ് എന്തായിരിക്കും? സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിരിക്കും നമുക്കറിയാം. സോ ഇതെന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ്. സോ ടോട്ടൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട് ഇവിടെ? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടെന്ന് പറയാം അല്ലേ. ഇതെന്താണ് 6.320. ഇതെന്താണ് ഈ 632 ഓൾറെഡി നോൺ സീറോ ഡിജിറ്റ്സ് ആയതുകൊണ്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണെന്ന് നമുക്കറിയാം അല്ലേ. ഈ സീറോ എന്താണ് ഡെസിമൽ പോയിൻ്റ് ഉള്ള അല്ലേ, ഡെസിമൽ പോയിൻ്റ് ഉള്ള ഒരു ഡിജിറ്റിലെ ട്രെയിലിംഗ് സീറോ ആണ് ഈ സീറോ. അതുകൊണ്ടെന്നാണ് ഇതും സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണെന്ന് പറയാം. സോ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ് ഇതിലുള്ളത്. എന്താണ് ക്വസ്റ്റ്യൻ നമ്പറിൽ ചെറിയൊരു മാറ്റമുണ്ട്. ABCD ഒന്ന് പ്രിൻറ്റിങ് മിസ്റ്റേക്കാണത്. ഓക്കെ, അപ്പം നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ 6.032. ഇത് 3 എന്താണ് നോൺ സീറോ ഡിജിറ്റ്സ് ആണ്. സോ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ്. ഈ സീറോ എന്താണ് യെസ് ട്രാപ്ഡ് സീറോ ആണ് അല്ലേ. 2 നോൺ സീറോ ഡിജിറ്റിൻ്റെ ഇടയിലുള്ള സീറോ ആണ്. സോ ഇതും എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിരിക്കും. സോ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ നോക്കിയേ 0.0006032 എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്ര എണ്ണം ഉണ്ട് ഇതിൽ? യെസ്, ഈ 4 എണ്ണം മാത്രം അല്ലേ. കാരണം എന്താണ് ഇത് ഇത്രയും 4 എണ്ണം അല്ലേ. ഈ 4 സീറോസും എന്താണ് ലീഡിങ് സീറോസ് ആണ് അല്ലേ. ഒരു ഡിജിറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള സീറോസ് ആണ്. അതുകൊണ്ട് ഇവ എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിരിക്കുമോ? അല്ല, ഇതെന്താണ് ട്രാപ്ഡ് സീറോ ആണ്. അപ്പം ഈ സീറോ എന്തായിരിക്കും സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിരിക്കും. പക്ഷേങ്കിൽ ഈ 4 സീറോസ് എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ അല്ല. അപ്പം എന്ത് കിട്ടും? ഇതിൽ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടെന്ന് കിട്ടും. മനസ്സിലായല്ലേ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്നത്? മനസ്സിലായല്ലോ. അപ്പം കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു റൂൾ വീണ്ടും ആലോചിച്ച് നോക്കുക. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾ ഹോംവർക്കായിട്ട് എടുക്കുക കേട്ടോ. ഹോംവർക്കാണിത്. ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഒന്നുമില്ല, ഏരിയയും വോളിയവും കാണാനാണ് പറഞ്ഞത്. റെക്റ്റാങ്കുലർ ഷീറ്റാണ്. അപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ഷീറ്റ് എന്ന് പറയുമ്പം അതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ് ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ. നീളം ഇൻറ്റു വീതിയാണെന്ത് ഒരു റെക്റ്റാങ്കുലർ ഷീറ്റിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ഈ ലെങ്ത്ത് ബ്രെഡ്ത്ത് തിക്നെസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4.234, 1.005, 2.01 സെൻറ്റിമീറ്റർ. അപ്പം ഇവിടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പം 4.234 × 1.005 നമുക്ക് എന്താണ്
ഒരു വാല്യൂ കിട്ടും. അപ്പം ആ വാല്യൂ എന്താണ്, എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട് നോക്കുക. അപ്പം അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുക. വോളിയം എന്താണ്, വോളിയം എത്ര വരും, വോളിയം ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ്. ഓക്കെ, ഇതേപോലെ തന്നെ വാല്യൂ ഇവിടെയും കൊടുക്കുക. 4.234 ഇൻറ്റു 1.005 ഇൻറ്റു 2.01. ഇതെന്താണ്, സെൻറ്റിമീറ്റർ ആണ്. സെൻറ്റിമീറ്ററിൽ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, ഇൻറ്റു 10⁻². ഓക്കെ, കാരണം എന്താണ്, എല്ലാം മീറ്ററിലാണ് ഇവിടെ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പം എന്താണ്, ആ സെൻറ്റിമീറ്ററിനെ നമ്മൾ എന്താണ് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാൻ. ഓക്കെ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം.